നിക്ഷേപത്തുക തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് ഇടുക്കിയിൽ സഹകാരികളുടെ പ്രതിഷേധം. നെടുങ്കണ്ടം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഇടുക്കി ഡീലേഴ്സ് സഹകരണ ബാങ്കിലാണ് നിക്ഷേപകർ പ്രതിഷേധമിരുന്നത്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സഹകാർ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ്, സെൻട്രൽ ജംഗ്ഷൻ, കട്ടപ്പന. വർഷങ്ങൾക്ക് മുൻപ് നിക്ഷേപിച്ച തുകയുടെ മുതലും പലിശയും ലഭ്യമാകുന്നില്ലെന്നാണ് ആരോപണം. നെടുങ്കണ്ടം താന്നിമൂട് സ്വദേശിയായ 87-കാരി ഇന്ദിരാ സദാനന്ദൻ 2.5 വർഷം മുൻപാണ് 3 ലക്ഷം രൂപ ഡീലേഴ്സ് ബാങ്കിന്റെ നെടുങ്കണ്ടത്തെ പ്രധാന ശാഖയിൽ നിക്ഷേപിച്ചത്. മറ്റൊരു ബാങ്കിൽ നിക്ഷേപിച്ചിരുന്ന പണം കൂടുതൽ പലിശ ലഭിക്കുമെന്ന് പ്രലോഭിപ്പിച്ച് ഇവിടേക്ക് മാറ്റിക്കുകയായിരുന്നു. നിലവിൽ മുതലിനും പലിശയ്ക്കുമായി ഈ വയോധിക ബാങ്കിൽ കയറിയിറങ്ങുകയാണ്. യൂൻസാണ് ഞങ്ങളുടെ വീട്ടിൽ വന്ന് നിർബന്ധമായിട്ടും പറഞ്ഞ് പൈസ മേടിച്ചത്. എപ്പോൾ ചോദിച്ചാലും തരാൻ ചേച്ചി, ഇട്ടോ, ഏത് സമയമാണേലും എന്നെ തലേ ദിവസം ഒന്ന് വിളിക്കണമെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ എപ്പോഴാവശ്യമുണ്ടെങ്കിലും തരാമെന്ന് പറഞ്ഞു. എൻ്റെ കൊച്ചിൻ്റെ ആവശ്യത്തിനും ഒക്കെ വേണ്ടിയായിട്ട് ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ട് പോസ്റ്റ് ഓഫീസിലിട്ടും ചിട്ടി പിടിച്ചും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഉണ്ടാക്കിയ പൈസയാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ പേരിൽ 6 ലക്ഷം രൂപ ഇട്ടത്. അപ്പോൾ കൊച്ചിൻ്റെ ആവശ്യം വന്ന് ചോദിച്ചപ്പോഴത്തേക്കും ചേച്ചി തരാം വിഷമിക്കേണ്ട, എപ്പോഴാണേലും ഞാൻ തന്നോളാം എന്ന് പറഞ്ഞ് ഇപ്പം ഈ 2 വർഷം കൊണ്ട് 1.5 വർഷം കഴിഞ്ഞ് ഇപ്പം ഇങ്ങനെ തരാം, ഇപ്പം തരാം, പിന്നെ തരാം എന്നൊക്കെ പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച ഞാൻ യൂൻസിനെ വിളിച്ചു, പിന്നെയും ചോദിച്ചു, യൂൻസെ ഞങ്ങൾക്ക് വേറെ മാർഗ്ഗമൊന്നുമില്ല, ഞങ്ങൾക്ക് പൈസ കിട്ടിയേ പറ്റുള്ളൂ, ഞങ്ങൾ ഇവിടെ 2 പേരും ജോലിയും വേലയൊന്നും ഇല്ലാതിരിക്കുക, അതുകൊണ്ട് ഞങ്ങൾക്ക് ആ പൈസ തരണം എന്ന് പറഞ്ഞു. അത് അപ്പോൾ പറഞ്ഞു തരാം ചേച്ചി, എല്ലാത്തിനും പരിഹാരം ഉണ്ടാകുമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, യൂൻസെ ഞങ്ങൾ ഏതായാലും യൂൻസിൻ്റെ വീട്ടിലോട്ട് വരുക, യൂൻസൊക്കെ വെക്കുന്ന കഞ്ഞിന്ന് ഞങ്ങൾ കുറച്ച് കഴിച്ചോളാം, എന്നാലും ഞങ്ങൾ അവിടെ ഇരിക്കുക, ഇവിടെ പട്ടിണി കിടക്കുന്നില്ല, നല്ല നിങ്ങളുടെ വീട്ടിലോട്ട് വരികയല്ലേ എന്ന് ചോദിച്ചപ്പോൾ യൂൻസ് പറഞ്ഞു അതൊന്നും നടക്കുന്ന കാര്യമല്ല, നിങ്ങൾ ബാങ്കുമായിട്ട് സമീപിക്കുക, ബാങ്കിൽ ചെന്ന് കാണാം, അല്ലാതെ പറ്റത്തില്ല എന്ന്. അന്നേരമാണ് ആ ഒരു വാക്ക് യൂൻസിൻ്റെ വായിന്ന് വരുന്നത്. ഇത്രയും നാളെ യൂൻസാണ് ഞാൻ തന്നോളാം, നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് ഇത്രത്തോളം നീട്ടി. കഴിഞ്ഞ ബുധനാഴ്ച ഞങ്ങൾ വന്ന് സെക്രട്ടറിയെ കണ്ടു. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു അടുത്ത ബുധനാഴ്ചത്തേക്ക് ഞങ്ങൾക്ക് ഈ 6 ഇട്ടതിൽ 2 ലക്ഷം രൂപയായാലും തരണം, ഞങ്ങൾ ഒത്തിരി ബാധ്യത പെട്ടിട്ടുണ്ട്, അവർക്ക് കൊടുക്കേണ്ടതാണെന്ന് പറഞ്ഞു. ഇന്നായപ്പോൾ സെക്രട്ടറി ഇല്ല, മറ്റാരും. നിക്ഷേപ സമാഹരണത്തിന്റെ പേരിൽ നിരവധി സാധാരണക്കാരിൽ നിന്ന് ലക്ഷങ്ങൾ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. കൂലിവേല ചെയ്തും മറ്റും സ്വരൂപിച്ച പണമെന്ന് തിരികെ ലഭിക്കുമെന്നറിയാതെ ദിവസേന ബാങ്കിൽ കയറിയിറങ്ങേണ്ട ഗതികേടിലാണിവർ. ഉടൻ പണം തിരികെ നൽകുമെന്ന സ്ഥിരം പല്ലവിയാണ് ഓരോ തവണയും നിക്ഷേപകർക്ക് ലഭിക്കുന്നത്. ഓരോ അവധിക്കും ബാങ്കിലെത്തുമ്പോൾ അടുത്തത് അവധി പറയും. പലപ്പോഴും സെക്രട്ടറിയും ഉത്തരവാദിത്തപ്പെട്ട ജീവനക്കാരും ബാങ്കിൽ ഉണ്ടാവാറില്ല. തോവാള ബാങ്കിലും തോവാള ബാങ്കിലിട്ടുന്ന കാശ ചെന്ന് കഴിഞ്ഞ് എങ്ങനത്തെ ഇപ്പോൾ പറഞ്ഞെന്തോന്നറിയാം, ബാങ്കിലിടാനൊന്നും പറയരുത്, വേറെ ബാങ്കിലിടാനാണെന്ന് പറയരുത്, എൻ്റെ മോളോടും പറയരുത്, ഒരു മോളുണ്ട്, മോളോടും പറയരുത്, കാശ് പറയാതെ വേണം ഇതായിട്ട് കൊണ്ടുവരാൻ. അവൾ കൃഷ്ണനമ്പലത്തിനിരിക്കുക വന്ന് ഞാൻ വന്നിറങ്ങിയപ്പോൾ ഇവള് ഓടി വന്ന് മേടിച്ചുകൊണ്ട് വന്ന് അവൾ കൊണ്ട് കൊടുത്തു. ഇപ്പം അവൾ പറയുക, അവൾ കൈമലത്തി കാണിക്കുക, ഞാനങ്ങനെ പറഞ്ഞു 3.5 ലക്ഷം തിരിച്ചൊന്നും തന്നെന്ന് പറഞ്ഞ് പലപ്പോഴായിട്ട് 10,000 രൂപ തന്നിട്ടുണ്ട്. ഇന്നലെ 2,000 തന്നു, അതിന് മുമ്പ് 2 പ്രാവശ്യമായിട്ട് 2,000 വെച്ചിരുന്നു, ഒരു പ്രാവശ്യം 3,000 തന്നു. അവർ പറയുന്നത് തരാന്ന് പറയുന്നത് അല്ലാതെ തരത്തില്ല, പറഞ്ഞ് അവധി എല്ലാം കഴിഞ്ഞു, അവർ തരത്തില്ല. അവർ പറയുന്ന സെക്രട്ടറി പറയുന്നത് തരാമേ, തരാം, അമ്മ വിഷമിക്കണ്ട, തരാം. ആരോട് പറയാൻ? ഇപ്പോൾ ഇന്നലെ 6 മണിയായപ്പോൾ വന്നു സെക്രട്ടറി, രാത്രി ഉണ്ടായിരുന്നു, കണക്ക് എടുത്തുകൊണ്ട് പോയി. നമുക്കറിയാമോ ഇതൊക്കെ, ഇത് തൊട്ടാ ഇത് വെക്കത്തില്ല, ഈ നേരത്തെ കണക്കില്ല. എന്നതാ മക്കളെ, നേരം വെളുത്ത് ഇന്നലെ വെള്ളം കൊണ്ടുവന്നു, ഇച്ചിരി ഒരു കൊച്ചു ഉപ്പിക്കാൻ തിളച്ച വെള്ളം കൊണ്ടാണ്. പിന്നെ എനിക്ക് അരമണിക്കൂർ ഒഴിക്കാൻ പോകണം, ആ സൗകര്യം തന്നതുകൊണ്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ട് നിന്ന് പോയി. ഇതോടെയാണ് സഹകാരികളിൽ ചിലർ പ്രതിഷേധവുമായി ബാങ്കിലിരുന്നത്. അടുത്ത ദിവസം മുതൽ തുടർ സമരം നടത്താനുള്ള ഒരുക്കത്തിലാണ് നിക്ഷേപകർ. ബാങ്കിന്റെ ഹെഡ് ഓഫീസായ നെടുങ്കണ്ടത്ത് നിന്ന് മുൻ ഭരണസമിതിയും മുൻ ജീവനക്കാരും ചേർന്ന് 3,66 ലക്ഷം രൂപ തട്ടിയെടുത്തതിൽ വിജിലൻസ് അന്വേഷണം നടക്കുകയാണ്. കുമളി ശാഖ മാനേജർ 1,28 ലക്ഷം രൂപ തട്ടിയെടുത്തതിലും കേസുണ്ട്. ഇടുക്കി ലൈവ് ന്യൂസ്, നെടുങ്കണ്ടം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എല്ലാ മരുന്നുകൾക്കും 15 മുതൽ 60% വരെ വിലക്കുറവ്. സഹകാർ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ്, സെൻട്രൽ ജംഗ്ഷൻ, കട്ടപ്പന. ഒരു ഫോൺ കോളിൽ മരുന്നുകൾ ഇനി വീട്ടിലെത്തും. ജനറിക് മരുന്നുകൾക്ക് 70% വിലക്കുറവ്. ബ്രാൻഡഡ് മെഡിസിൻസ്, ഫുഡ് സപ്ലിമെന്റ്സ്, സർജിക്കൽ ഐറ്റംസ്, പെറ്റ് ഫുഡ്, ആയുർവേദിക് മെഡിസിൻസ്, കോസ്മെറ്റിക് ഐറ്റംസ്, മെഡിക്കൽ എക്യുപ്മെന്റ്സ്, ബേബി കെയർ പ്രൊഡക്ട്സ്. രാത്രി 2 മണി വരെ ഞങ്ങളുടെ ഷോപ്പിൽ നിന്നും മരുന്നുകൾ ലഭ്യമാണ്. കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരത്തോടെ സഹകാർ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ്, സെൻട്രൽ ജംഗ്ഷൻ, കട്ടപ്പന.